പുളിശ്ശേരി, എലിശ്ശേരി, പച്ചടി, കിച്ചടി, അച്ചാറ്, കാളൻ, ഓലൻ, അവിയൽ, സാമ്പാർ, തോരൻ. ഇതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും 1-2 ഐറ്റംസ് ഉണ്ടാക്കി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതിലിത്തിരി ജീരകത്തിന്റെ കുറവുണ്ട് കേട്ടോ, കുറച്ചുകൂടി പിടിച്ചിട്ടുള്ളൂ. പോഞ്ഞിക്കരെ ഇതിൽ മസാല പിടിച്ചിട്ടില്ലല്ലോ. ഞാൻ മസിൽ പിടിച്ചിട്ട് തന്നെയാണ് ഇളക്കണത്. എന്താണോ തേയിലുള്ളി കളിക്കാ? അതിട്ടങ്ങടെ ഇളക്കി ഇളക്കണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാ. എടോ താനെങ്ങനെ പോണേ? അപ്പൊ എന്തിനാ ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറയണേ? ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എന്നാ പിന്നെ അത് പറ. കേട്ടില്ല പന്നി. ഇളക്കല്ലേ ഇളക്കല്ലേ എന്ന് പറഞ്ഞാൽ ഇളക്കാനാണ്. എങ്ങനെയുണ്ട് സദ്യ പറയൂ? ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ലോ. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടുത്തെ മലയാളി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഒരു സദ്യ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സാധാരണ നമ്മളെപ്പോഴും പോട്ട്ലക്ക് പാർട്ടിയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ തന്നെ തിങ്സൊക്കെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാണ് പതിവ്. അപ്പോൾ ഇപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് നമ്മളെല്ലാ തിങ്സും കോമൺ ആയിട്ട് മേടിച്ചിട്ട് എല്ലാവരും കൂടി ഒരു വീട്ടിൽ കൂടിയിട്ട് അവിടെ തന്നെ നിന്ന് സദ്യ ഉണ്ടാക്കാൻ പോവാണ്. അതെന്തായാലും നല്ല രസമായിരിക്കും, നല്ല ഫണ്ണായിരിക്കും അല്ലേ. അപ്പോൾ അതിനുള്ള തിങ്സൊക്കെ ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അവിടെ പോയി അവിടെ സ്റ്റേ ചെയ്യാനാണ് കേട്ടോ പ്ലാൻ. അപ്പോൾ അവിടെ തന്നെ നിന്ന് എല്ലാ പരിപാടിയും ഒരുമിച്ച് ചെയ്യുമ്പോൾ എന്തായാലും നല്ല രസമായിരിക്കും. അപ്പോൾ ആ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ദാ ഈ നിരന്നിരിക്കുന്നതൊക്കെ നമ്മുടെ സദ്യ ഉണ്ടാക്കാനുള്ള സാധനങ്ങളാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എന്തൊക്കെയാണ് സദ്യ ഐറ്റംസ് വേണ്ടതെന്നൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒരു ഗ്രാൻഡ് സദ്യ തന്നെയായിരുന്നു കേട്ടോ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഗ്രൂപ്പിൽ ഒരുപാട് ഡിസ്കഷൻ ഞങ്ങൾ നടത്തി. ഒരു 1.5 മാസമായിട്ട് ഇതിനുള്ള പ്ലാനിങ് തന്നെയായിരുന്നു. എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട, അതുപോലെ സാധനങ്ങളൊക്കെ നമ്മൾ കോമൺ ആയിട്ട് വാങ്ങണമല്ലോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെ ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങണം, അതുപോലെ ഇവിടെ കോസ്കോ, വാൾമാർട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങാന്ന് പറയില്ലേ, അങ്ങനെ എല്ലാ സാധനങ്ങളും നമ്മൾ ഫ്രം ദ സ്ക്രാച്ച് വാങ്ങിയിട്ടാണ് നമ്മൾ സദ്യ ഉണ്ടാക്കിയത്. ഹനയുടെ വീട്ടിലായിരുന്നു ഞങ്ങൾ സദ്യ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തലേന്ന് ഒരു ഉച്ച തൊട്ട് തന്നെ പണി തുടങ്ങണം എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ച തൊട്ട് കട്ടിങ്, അത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ഒക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ ഒരു നേരമാവും. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലോ ഉണ്ടാക്കാൻ. പാതിരാത്രി എന്തായാലും. അപ്പോൾ ഉച്ചയ്ക്ക് തുടങ്ങിയാലേ പണി തീരുള്ളൂ. പിന്നെ അടുത്ത ദിവസത്തേക്ക് നമ്മൾ ചോറ്, അതുപോലെ പരിപ്പ്, പിന്നെ പായസം, പപ്പടം, ഇത് മാത്രം അടുത്ത ദിവസം ഉണ്ടാക്കാം. ബാക്കിയെല്ലാം തലേന്ന് തന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് പണി തുടങ്ങിയത്. ആദ്യം ഞങ്ങൾ മാങ്ങാച്ചാറ് പിന്നെ പുളിയിഞ്ചിയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അതിനുള്ള കട്ടിംഗ് ആണ് ആദ്യം തുടങ്ങിയത്. ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കട്ട് ചെയ്യായിരുന്നു. നല്ല രസമായിരുന്നു കേട്ടോ അത്. നമ്മളിങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്താ പറയുക, അതൊരു വലിയ പണിയായിട്ടൊന്നും തോന്നില്ല. നല്ല രസമായിരുന്നു. ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് എല്ലാം ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് US വരുന്ന സമയത്ത് എനിക്കിവിടെ ഒരു ഫ്രണ്ട്സും ഇല്ലായിരുന്നു കേട്ടോ. ആ ഒരു 1 ഇയർ ആരും ഇല്ലായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് തിരിച്ചു പോയാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു. അങ്ങനെ നമുക്ക് ആരും കമ്പനി ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഭയങ്കര ബോറടിയായിരുന്നു. അപ്പം അത് കഴിഞ്ഞ് നാട്ടിൽ പോയി പിന്നെ വീണ്ടും തിരിച്ച് US വരുമ്പോൾ ഞാൻ ഒരു കാര്യം മാത്രമേ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ, കുറച്ച് നല്ല ഫ്രണ്ട്സിനെ കിട്ടണേ, മലയാളീസിനെ പരിചയപ്പെടാൻ പറ്റണം. എന്ന് വെച്ചാൽ ഞങ്ങളായാലും കുറച്ച് ഇൻട്രോവേർട്ടാണ്. ഇങ്ങനെ പെട്ടെന്ന് ഫ്രണ്ട്സ് ആക്കാൻ എനിക്ക് അത്ര അറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഈ രണ്ടാമത് വന്നപ്പോഴാണ് ഇവരെയൊക്കെ എനിക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓരോരോ ആഘോഷങ്ങളായിട്ട് കൂടി. ഇപ്പോൾ ഓണായിക്കോട്ടെ, വിഷു ആയിക്കോട്ടെ, ക്രിസ്മസ്, അതുപോലെ ഇഫ്താർ, അതൊന്നും ഇല്ലെങ്കിലും വെറുതെ ഒരു ഗെറ്റ് ടുഗദർ ആയാലും ഞങ്ങളിങ്ങനെ കൂടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. നമുക്കിങ്ങനെ നാട് മിസ് ചെയ്യില്ല. ഇവരെല്ലാവരും കൂടി ഇങ്ങനെ കൂടുമ്പോൾ തന്നെ എനിക്കങ്ങനെ നാടൊന്നും മിസ് ചെയ്യാറില്ല. നമുക്ക് ഇവിടെ നമ്മുടെ ഒരു ഫാമിലി പോലെ തന്നെയാണ്. അപ്പം അത് എന്താ പറയുക, ഭാഗ്യം കൊണ്ട് കുറച്ച് നല്ല ഫ്രണ്ട്സ് കിട്ടി. അപ്പം അങ്ങനെ ഇതെല്ലാം നമ്മൾ എൻജോയ് ചെയ്താണ് ചെയ്യേണ്ടായിരുന്നത്. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കൊരു വഴിയായി, പാതിരാത്രിയായി. പക്ഷെ എന്നാലും അതൊരു രസമായിരുന്നു. അപ്പുറത്ത് കട്ടിങ്ങിൻ്റെ ഒപ്പം തന്നെ ഇപ്പുറത്ത് സദ്യയും പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിക്കറിയും മാങ്ങച്ചാറൊക്കെ റെഡിയായി അവിടെ മാറ്റി വെച്ചു. ബാക്കി ഓരോരോ ഐറ്റംസ് ആയിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇതുപോലൊരു സദ്യ ഉണ്ടാക്കൽ. ഇപ്പോൾ നമ്മൾ വീട്ടിലായാൽ കൂടി ഞാൻ ഇത്ര അധികം ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാറില്ല. പിന്നെ നമ്മൾ പോട്ട്ലൊക്കെ ആകുമ്പോഴും 1-2 ഐറ്റംസ് അല്ലേ ഉണ്ടാക്കുക. അപ്പോൾ ഇത്ര ഉണ്ടാക്കുമ്പം ഇതങ്ങനെ ഒരാളല്ല ഉണ്ടാക്കുന്നത്, എല്ലാവരും കൂടി ഓരോരോ കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ പണിയും എല്ലാവരും മാറി മാറി ചെയ്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്.
ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഈ അളവും കാര്യങ്ങളൊക്കെ സംശയമുള്ളവരോട് ചോദിച്ച് അങ്ങനെ ചെയ്യുമായിരുന്നു. കാരണം നമ്മൾ കുറച്ച് പേർക്ക് ഉണ്ടാക്കണ പോലെയല്ലോ, ഇത്ര അധികം ഒരു 30 പേർക്കുള്ള സദ്യയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പിന്നെ അതിനനുസരിച്ച് ക്വാണ്ടിറ്റിയും വേണം എല്ലാ കാര്യത്തിലും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ചോദിച്ച് ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ കിടക്കുമ്പോഴേക്കും പാതിരാത്രി ആയിട്ടോ, 2 മണിയൊക്കെ കഴിഞ്ഞു കിടക്കാനായിട്ട്. ഇത് അടുത്ത ദിവസമാണ്. അപ്പോൾ അടുത്ത ദിവസം കുറച്ച് കുക്കിംഗ് ഒക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞങ്ങളെല്ലാവരും പോയി ഒരുങ്ങിയൊക്കെ വന്നു. എല്ലാവരും ഒരുമിച്ച് മേക്കപ്പൊക്കെ ഇട്ട് അത് നല്ല രസമായിരുന്നു കേട്ടോ. ശരിക്കൊരു കല്യാണ വീട്ടിലെ വൈബായിരുന്നു. നമ്മൾ കല്യാണ വീട്ടിലെ കസിൻസൊക്കെ കൂടി ഇങ്ങനെ ഒരുങ്ങിയില്ലേ, തലേന്ന് ഇങ്ങനെ അവിടെ സ്റ്റേ ചെയ്ത് രാവിലെ എല്ലാവരും ഒരുമിച്ച് റെഡിയായി, ആ ഒരു ഫീലായിരുന്നു. അപ്പം അതുപോലെ ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഇഡ്ഡലിയും ചമ്മന്തി സാമ്പാറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ശരിക്കൊരു കല്യാണ വീട്ടിലെ ഫീലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടാണ് സദ്യ കഴിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സദ്യ ഐറ്റംസ് ഇതൊക്കെയാണ്. നമ്മളെല്ലാം ഒരു ചെറിയ പാത്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ക്യാബേജ് തോരൻ ഉണ്ടായിരുന്നു, ഓലൻ, ഇസ്റ്റു, പുളിശ്ശേരി, സാമ്പാർ, ബീട്രൂട്ട് പച്ചടി, കൂട്ടുകറി, കൂർക്ക ഉപ്പേരി, എലിശ്ശേരി, പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു, പിന്നെ മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു, പിന്നെ പുളിയിഞ്ചി, അച്ചാറ്, ബനാന ചിപ്സ്, ശർക്കര വരട്ടി, പഴം, പപ്പടം, പിന്നെ മോരുണ്ടായിരുന്നു, രസം ഉണ്ടായിരുന്നു, പായസം, പാലട ഉണ്ടായിരുന്നു, പരിപ്പും ഉണ്ടായിരുന്നു. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു നോൺ വെജ് ഐറ്റമായിട്ട് ചിക്കൻ 65 കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് സദ്യ പറയൂ. ഞങ്ങൾ ഉണ്ടാക്കിയോണ്ട് പറയല്ല. ഇനി എങ്ങനെയുണ്ട് സൂപ്പർ സദ്യ? അല്ല ശരിക്കും പറഞ്ഞോളൂ, നല്ലതാ. അതെ അതെ അല്ലേ, അതെ അതെ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.